2017 ഏപ്രിൽ 8 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്തെ നന്തങ്കോട് എന്ന പ്രദേശം. അന്ന് രാത്രി 11:30 ആവുന്ന സമയത്ത് ആ പ്രദേശത്തെ ബേസ് കോമ്പൗണ്ടിലെ ഗ്രേസ് വില്ല എന്നൊരു വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് തീയും പുകയും ആളിപ്പടരുന്നത് കണ്ട അയൽവാസികൾ ഉടനെ തന്നെ പോലീസിന് വിവരമറിയിച്ചു. മുഖ്യമന്ത്രി വസിക്കുന്ന ക്ലിഫ് ഹൗസ് ഏതാണ്ട് ആ പ്രദേശത്ത് ആയതിനാൽ തന്നെ സുരക്ഷയുടെ ഭാഗമായി പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള മറ്റു സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ആ പ്രദേശത്ത് എപ്പോഴും സജ്ജമാണ്. ആയതിനാൽ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ തന്നെ ആ തീയും പുകയും വമിക്കുന്ന വീട് ലക്ഷ്യമാക്കി പോലീസും ഫയർഫോഴ്സും പാഞ്ഞെത്തി. ഷോർട്ട് സർക്യൂട്ടോ മറ്റോ കാരണം തീ പിടിച്ചതാകാം എന്ന് കരുതിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വളരെ വേഗം തന്നെ തീ അണയ്ക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരുടെ പക്കലുള്ള ഗോവണികൾ ഉപയോഗിച്ച് അതിൽ കയറി നിന്നുകൊണ്ട് രണ്ടാമത്തെ നിലയിലെ തീ അണയ്ക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇതേ സമയത്ത് തന്നെ മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും കൂടി ആ വീടിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അവരെ രക്ഷിക്കുന്നതിനായി ആ വീടിൻ്റെ മുൻവശത്തെ വാതിലിൽ മുട്ടി വിളിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ പോലീസിൻ്റെയും ഫയർഫോഴ്സിലെയും ഉദ്യോഗസ്ഥരാണ്. ആയതിനാൽ ആരും തന്നെ ഭയപ്പെടേണ്ട. ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ട് ആ വാതിലിൽ തട്ടി വിളിക്കുമ്പോഴാണ് ആ ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. ആ വീടിൻ്റെ മുൻവശത്തെ വാതിൽ പൂട്ടിയിട്ടില്ല. ഉടനെ തന്നെ ആ വാതിൽ തുറന്ന് വീട്ടിനുള്ളിലേക്ക് കയറിയ പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നേരെ രണ്ടാമത്തെ നിലയിലേക്കെത്തി തീ അണച്ച് നിയന്ത്രണ വിധേയമാക്കിയ ശേഷം ആരെങ്കിലും അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ആ ഉദ്യോഗസ്ഥർ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. ആ രണ്ടാമത്തെ നിലയിലെ തീ പടർന്നിരിക്കുന്ന ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ ഏതാണ്ട് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ 3 മൃതദേഹങ്ങൾ കിടക്കുന്നു. പോലീസിൻ്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഒരു കാര്യം വ്യക്തമായി. ഈ 3 പേരും ഇപ്പോൾ മരിച്ചതല്ല. അവർ മരിച്ചിട്ട് 3-4 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കാരണം മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞുവെങ്കിലും തീ കത്താത്ത തറയോട് ചേർന്ന് കിടക്കുന്ന ശരീരഭാഗങ്ങൾ അഴുകിയ നിലയിലായിരുന്നു. മാത്രവുമല്ല, ആ 3 പേരുടെയും തലയുടെ പിൻഭാഗം വെട്ടിപ്പൊളിച്ചിരിക്കുകയാണ്. അതിൽ ഒരാളുടെ കാൽ വെട്ടി മാറ്റപ്പെട്ട നിലയിലുമാണ്. അങ്ങനെ പരിശോധനകൾ തുറന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ആ വീടിൻ്റെ താഴ്വശത്തെ നിലയിലെ മറ്റൊരു ബെഡ്റൂമിൽ നിന്ന് പ്രായമായ സ്ത്രീയുടെ മറ്റൊരു മൃതദേഹം കൂടി കിട്ടുന്നു. അതും തലയുടെ പിൻഭാഗം വെട്ടിപ്പൊളിച്ചിരിക്കുന്നു. മാത്രവുമല്ല, കഴുത്തിലും ശരീരത്തിലുമായി കത്തികൊണ്ട് കുത്തിയ 22 മുറിപ്പാടുകളും ഉണ്ടായിരുന്നു. ആ മൃതദേഹം ബെഡ്ഷീറ്റിൽ ചുറ്റിപ്പൊതിഞ്ഞ് കെട്ടിയ നിലയിലായിരുന്നു. ആ മൃതദേഹവും അഴുകി പുഴുക്കളും പ്രാണികളും നിറഞ്ഞിരുന്നു. അങ്ങനെ അന്നത്തെ ആ രാത്രി തിരുവനന്തപുരത്തെ നന്തങ്കോടിലെ ഗ്രേസ് വില്ല എന്ന വീട്ടിൽ 4 മൃതദേഹങ്ങൾ കണ്ടെത്തി. ഈ കൊലപാതകങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയതാണെന്നും താഴത്തെ നിലയിൽ കണ്ട പ്രായമായ സ്ത്രീയുടെ മൃതദേഹം ഒഴികെ രണ്ടാമത്തെ നിലയിലെ 3 മൃതദേഹങ്ങൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് കത്തിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നതുമെന്ന് പോലീസിന് വ്യക്തമായി. അപ്പോൾ ഈ 4 അരുംകൊലകൾ നടത്തിയിരിക്കുന്നത് ആ വീട്ടിലെ ഒരു വ്യക്തി തന്നെയാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ആ കൊലയാളി ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആരാണ് അയാൾ? പിറ്റേ ദിവസം 2017 ഏപ്രിൽ 9 പ്രഭാതം പൊട്ടിവിടർന്നത് കേരളമാകെ ഞെട്ടിപ്പിച്ച തിരുവനന്തപുരം നന്തങ്കോട്ടെ കൂട്ടക്കൊലപാതകത്തിൻ്റെ വാർത്തകളോടെയാണ്. ആ വീട്ടിൽ ആരൊക്കെയാണ് താമസിച്ചിരുന്നത് എന്ന് പോലീസ് അയൽക്കാരോടും ബന്ധുക്കളോടും ചോദിച്ചു. മാർത്താണ്ഡത്തെ നേസാമണി ക്രിസ്ത്യൻ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസറായ 60 വയസ്സുള്ള രാജാ തങ്കം, അദ്ദേഹത്തിൻ്റെ ഭാര്യ തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റലിൽ കാർഡിയോളജിസ്റ്റായിരുന്ന 58 വയസ്സുള്ള റിട്ടയേർഡ് ഡോക്ടർ ജീൻ പത്മ, അവരുടെ മൂത്ത മകൻ 30 വയസ്സുള്ള കാഡൽ ജിൻസൺ രാജ, ചൈനയിൽ നിന്നും MBBS പഠനം പൂർത്തിയാക്കി 3 മാസത്തിന് മുമ്പേ തിരിച്ചെത്തിയ ഇളയ മകൾ 26 വയസ്സുള്ള കരോളിൻ, പിന്നെ അവരുടെ ബന്ധുവായ 70 വയസ്സുള്ള ലളിത. ഈ 5 പേരായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അതിൽ കാഡൽ ജിൻസൺ രാജ ഒഴികെ മറ്റ് 4 പേരും മൃഗീയമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. കാഡൽ ജിൻസൺ രാജയെ കാണാനുമില്ല. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേഡൽ ജിൻസൺ രാജയായിരിക്കണം ആ കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് പോലീസ് സംശയിച്ചു. പോലീസ് കാഡൽ ജിൻസൺ രാജയെ കണ്ടെത്തുന്നതിനായിട്ടുള്ള അന്വേഷണങ്ങൾ തുടർന്നു. കേരളവും അതിർത്തി ഗ്രാമങ്ങളും അരിച്ചുപെറുക്കി.
വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ എയർപോർട്ടുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇതേസമയം അർത്ഥശങ്കയിൽ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ അലങ്ങിത്തിരിഞ്ഞ് നടക്കുകയായിരുന്ന കേഡൽ ജിൻസൺ രാജ അവിടുത്തെ TV വാർത്തകളിൽ തൻ്റെ വീട് കാണിക്കുന്നത് കണ്ട് അദ്ദേഹം അവിടെ നിന്ന് യാത്ര തിരിച്ച് 10-ാം തീയതി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. ആ റെയിൽവേ സ്റ്റേഷനിലെ TV സ്ക്രീനുകളിലും നന്തൻകോടിലെ ആ വീടും കൊലപാതക വാർത്തകളും നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലെ ഒരു സുരക്ഷാ പോലീസ് ഉദ്യോഗസ്ഥനോട് പോയി ചോദിക്കുകയാണ്, എന്തിനാണ് എൻ്റെ വീട് എപ്പോഴും TV-യിൽ കാണിക്കുന്നത്? എന്താണ് അവിടെ സംഭവിച്ചത്? അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് ചോദിച്ചു, തൻ്റെ പേരെന്താണ്? അപ്പോൾ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു, കേഡൽ ജിൻസൺ രാജ. പോലീസ് തിരഞ്ഞു നടന്ന അതേ കേഡൽ ജിൻസൺ രാജയെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് ഉടനെ തന്നെ കസ്റ്റഡിയിലെടുത്തു. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ കേഡൽ ജിൻസൺ രാജ ആദ്യമൊന്നും പ്രതികരിച്ചില്ല. അച്ഛൻ, അമ്മ, സഹോദരി, ബന്ധുവായ സ്ത്രീ, ഈ 4 പേരെയും എന്തിനായിരുന്നു ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്ന പോലീസിൻ്റെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഒടുവിൽ കേഡൽ ജിൻസൺ രാജ മറുപടി നൽകി, ആസ്ട്രൽ പ്രൊജക്ഷൻ. സമൂഹത്തിൽ നിന്നുമുള്ള അകൽച്ചയും മാതാപിതാക്കളുടെ പരിഹാസവും കുത്തുവാക്കും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും അവനെ ദുർമന്ത്രവാദത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് അവൻ്റെ ചിന്തകളെ ആകർഷിപ്പിച്ചിരുന്നു. മരണശേഷം ശരീരം വിട്ടുപോകുന്ന ആത്മാക്കളെ കൊണ്ട് തൻ്റെ കഴിവുകൾ മെച്ചപ്പെടുത്താമെന്നും അങ്ങനെ അമാനുഷികമായ ശക്തി നേടി താൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ എല്ലാവരും തന്നെ അഭിനന്ദിക്കുമെന്നും അംഗീകരിക്കുമെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നതിൻ്റെ ഫലമാണ് ആ 4 കൊലപാതകങ്ങൾ. എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞ അതിസമ്പന്നമായ കുടുംബത്തിലെ കേഡൽ ജിൻസൺ രാജ എന്ന യുവാവിനെ ഒരു കൊലയാളിയാക്കി മാറ്റിയത് ആരാണ്? അവൻ്റെ പ്രശ്നങ്ങൾ എന്തായിരുന്നു? അവൻ എങ്ങനെ ദുർമന്ത്രവാദത്തിൻ്റെയും ചോരക്കളങ്ങൾ നിറഞ്ഞ സൈക്കോ സോംബി ഗെയിമുകളുടെയും വലയിലായി എന്നതാണ് നമ്മൾ ഇന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ പരിശോധിക്കുന്നത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ, അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. നമുക്ക് കേഡൽ ജിൻസൺ രാജയുടെ കുട്ടിക്കാലം മുതൽക്കേ പറഞ്ഞു തുടങ്ങാം. തിരുവനന്തപുരത്തെ നന്തൻകോട് എന്ന പ്രദേശത്ത് 1988 ജൂൺ 8-ന് സമ്പന്നരായ മാതാപിതാക്കളുടെ മൂത്ത മകനായിട്ടാണ് കേഡൽ ജിൻസൺ രാജ ജനിക്കുന്നത്. അവൻ്റെ പിതാവായ രാജാതങ്കം മാർത്താണ്ഡത്തെ നേസാമണി മെമ്മോറിയൽ ക്രിസ്ത്യൻ കോളേജിലെ ഹിസ്റ്ററി പ്രൊഫസറായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് മാർത്താണ്ഡത്ത് റബ്ബർ തോട്ടമടങ്ങുന്ന ഏതാണ്ട് 100 ഏക്കറോളം വരുന്ന വലിയൊരു എസ്റ്റേറ്റും ഉണ്ടായിരുന്നു. ഇനി അവൻ്റെ അമ്മ ഡോക്ടർ ജീൻ പന്മയാകട്ടെ തിരുവനന്തപുരത്തെ സർക്കാർ ജനറൽ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. വിദ്യാഭ്യാസവും സമ്പത്തുമുള്ള മാതാപിതാക്കൾ സ്വാഭാവികമായും ചിന്തിക്കുന്നത് പോലെ തന്നെ രാജാതങ്കവും ജീൻ പത്മവും കേഡൽ ജിൻസൺ രാജയെ നല്ല വിദ്യാഭ്യാസം നൽകി ഒരു ഡോക്ടറായി കാണാൻ ആഗ്രഹിച്ചിരുന്നു. ആയതിനാൽ തന്നെ കേഡൽ ജിൻസൺ രാജയെ കുട്ടിക്കാലം മുതൽക്കേ പഠനകാര്യത്തിൽ വളരെയധികം പ്രഷർ നൽകിയിരുന്നു. കുട്ടിക്കാലത്ത് ഒരു കുട്ടി അനുഭവിക്കേണ്ട സ്വാഭാവിക കളിചിരി സന്തോഷങ്ങൾക്ക് പകരം കേഡൽ ജിൻസൺ രാജ അനുഭവിച്ചിരുന്നത് വിദ്യാഭ്യാസ പീഡനമായിരുന്നു. ഈ ഒരു മാനസിക സംഘർഷം കാരണം അവന് ഒരിക്കലും പഠിക്കാൻ തോന്നിയിരുന്നില്ല. സ്വാഭാവികമായും അവന് വിദ്യാഭ്യാസത്തോട് വെറുപ്പ് തോന്നിയിരുന്നു. ആയതിനാൽ തന്നെ ഓരോ സ്റ്റാൻഡേർഡിലും മാതാപിതാക്കൾ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ മാർക്കായിരുന്നു കേഡൽ ജിൻസൺ രാജയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ക്ലാസ്സിൽ ഉത്തരം പറയാത്തതിന് അധ്യാപകരുടെ ശകാരം, വീട്ടിൽ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ ചെലുത്തി മികവ് പുലർത്താത്തതിന് പിതാവിൻ്റെ തല്ലും. മാത്രവുമല്ല തൻ്റെ അനുജത്തിയായ കരോളിൻ എന്ത് നന്നായി പഠിക്കുന്നു, നിനക്ക് എന്ത് സൗകര്യത്തിൻ്റെ കുറവാണിവിടെ, നീ അവളെ കണ്ടു പഠിക്ക് എന്ന കമ്പാരിസവും. സ്വന്തം അമ്മയിൽ നിന്ന് പോലും സാന്ത്വനവും വാത്സല്യവും കിട്ടാത്തതും അവനെ മാനസികമായി തളർത്തിയിരുന്നു. അവൻ ആരോടും അധികം സംസാരിക്കാത്തവനായി മാറി. സ്കൂളിൽ പോലും അവൻ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നില്ല. ചെറുപ്പത്തിൻ്റെതായ കായിക വിനോദങ്ങളോ മാനസിക ഉല്ലാസമോ ഇല്ലാതെ അവനവൻ്റെ മുറിയിൽ അടച്ചിരിക്കാനായിരുന്നു അവൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നത്. +2 ഒക്കെ കഴിയുന്ന സമയത്ത് അവൻ അവൻ്റെ 2ാമത്തെ നിലയിലെ മുറിയിൽ കമ്പ്യൂട്ടർ ഗെയിമുകളിൽ മുഴുകിയിരിക്കുന്നതിനായിരുന്നു അവൻ്റെ ശീലം. അങ്ങനെ അവൻ്റെ ഭാവിയെക്കുറിച്ച് ആശങ്കാകുലരായ മാതാപിതാക്കൾ അവർ ആഗ്രഹിച്ചതുപോലെ അവനെ ഒരു ഡോക്ടറാക്കി കാണാൻ വേണ്ടി MBBS പഠനത്തിനായി അവനെ ഫിലിപ്പീൻസിലേക്ക് അയക്കുന്നു. ഇതിനോടകം തന്നെ അന്തർമുഖനായി മാറിക്കഴിഞ്ഞിരുന്ന കേഡൽ ജിൻസൺ രാജ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി MBBSനായി ഫിലിപ്പീൻസിലേക്ക് എത്തുന്നു. എന്നാൽ പഠനത്തെക്കാൾ അവനെ അവിടെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ചത് മറ്റൊന്നായിരുന്നു. ഫിലിപ്പീൻസിലെ ആഭിചാരക്രിയകളും ദുർമന്ത്രവാദങ്ങളും അവിടെ പടർന്നിരുന്ന അന്ധവിശ്വാസങ്ങളും കേഡൽ ജിൻസൺ രാജയെ അതിലേക്ക് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. അവൻ്റെ പഠന വിഷയത്തേക്കാൾ അവൻ അവിടെ ഏറ്റവും കൂടുതൽ അറിയാൻ ശ്രമിച്ചിരുന്നത്
ഫിലിപ്പീൻസിലെ അന്ധവിശ്വാസങ്ങളുടെയും ദുരാചാരങ്ങളുടെയും ദുരാത്മാക്കളെ തൻ്റെ വരുതിയിൽ കൊണ്ടുവരുന്ന ദുർമന്ത്രവാദങ്ങളുടെയും ശരീരത്തിൽ നിന്നും ആത്മാക്കളെ വേർപെടുത്തി ലോകം നിരീക്ഷിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷനൊക്കെ കുറിച്ചായിരുന്നു. ഇതവൻ്റെ സ്വഭാവത്തെ ഒരുപാട് സ്വാധീനിച്ചു. അവനെ ഒരു MBBS കാരനാക്കാൻ വേണ്ടിയായിരുന്നു അവനെ മാതാപിതാക്കൾ ഫിലിപ്പീൻസിലേക്ക് അയച്ചിരുന്നത്. എന്നാൽ അവന് മെഡിക്കൽ പഠനത്തിന് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ഒരു വർഷത്തിനു ശേഷം MBBS പഠനമൊക്കെ ഉപേക്ഷിച്ച് ഫിലിപ്പീൻസിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചെത്തി. ഇത് സ്വാഭാവികമായും അവൻ്റെ മാതാപിതാക്കളെ ദേഷ്യപ്പെടുത്തി. അവനെ അവർ ഒരുപാട് തല്ലിയും ശകാരിച്ചും ഉപദേശിച്ചിട്ടും അവൻ യാതൊന്നും തന്നെ ചെവിക്കൊള്ളാതെ അവൻ്റെ മുറിയിൽ കമ്പ്യൂട്ടർ ഗെയിമുകളിലും ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ സെർച്ചുകളിലും മറ്റ് കമ്മ്യൂണിറ്റികളിലും മുഴുകി അവൻ്റെ ലോകത്തായി ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചിരുന്നു. ഇതേ സമയത്ത് അവൻ്റെ ഇളയ സഹോദരിയായ കരോളിനെയും മാതാപിതാക്കൾ ഒരു ഡോക്ടറായി കാണാൻ ആഗ്രഹിച്ചിരുന്നതിനാൽ കേഡൽ ജിൻസൺ രാജയുടെ സഹോദരിയായ കരോളിൻ MBBS പഠനത്തിനായി ചൈനയിലേക്ക് പോയി. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ കേഡലിൻ്റെ അമ്മയായ ജീൻ പത്മ അവർ വർക്ക് ചെയ്തിരുന്ന തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് VRS എടുത്ത് സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി. ഇതോടെ കേഡൽ ജിൻസൺ രാജ വീട്ടിൽ കൂടുതൽ ഏകാന്തനായി. ഈ സമയത്ത് മകനെ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആക്കാം എന്ന് കരുതിയ പിതാവായ രാജാതങ്കം കേഡൽ ജിൻസൺ രാജയെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നതിനായി ഓസ്ട്രേലിയയിലേക്ക് അയച്ചു. എന്നാൽ അതും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന കാരണത്താൽ അത് ഉപേക്ഷിച്ച് കേഡൽ ജിൻസൺ രാജ വീണ്ടും തിരികെ നാട്ടിലേക്ക് വന്നു. മുറിയിൽ അടച്ചിരുന്ന് വീണ്ടും സൂംബി ഗെയിം പോലുള്ള ഗെയിമുകളും ഓജോ ബോർഡ് പോലുള്ള ഈവിൽ സ്പിരിറ്റ് എക്സ്പെരിമെൻറ്റുകളിലുമെല്ലാം മുഴുകിയിരിക്കുകയായിരുന്നു. സമൂഹത്തിൽ ഉന്നത സ്റ്റാറ്റസ് ഉണ്ടായിരുന്ന കുടുംബത്തിലെ മൂത്ത മകൻ എന്തു ചെയ്യുന്നു എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതിരുന്ന പിതാവ് രാജാതങ്കം മകൻ കേഡൽ ജിൻസൺ രാജയെ വീണ്ടും ഉപദേശിക്കുന്നു. ഒടുവിൽ അദ്ദേഹം അവനോട് ചോദിക്കുന്നു, നിനക്ക് താല്പര്യമുള്ള കരിയർ എന്താണ്? നിനക്ക് എന്ത് പഠിച്ച് എന്താകാനാണ് ആഗ്രഹം? അപ്പോൾ അവൻ പറഞ്ഞത് ആനിമേഷൻ പഠിച്ച് ഒരു ഗെയിം ഡെവലപ്പർ ആകണം എന്നായിരുന്നു. അങ്ങനെ പിതാവായ രാജാതങ്കം കേഡൽ ജിൻസൺ രാജയെ അവൻ ആഗ്രഹമുള്ള കോഴ്സ് പഠിപ്പിക്കുന്നതിനായി വീണ്ടും ഓസ്ട്രേലിയയിലേക്ക് അയക്കുന്നു. ഇത്തവണ കേഡൽ സന്തോഷത്തോടെ ഏതാനും വർഷങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് പഠിച്ച് അവൻ്റെ കോഴ്സ് പൂർത്തിയാക്കി ഓൺലൈൻ വഴി ചെയ്യാവുന്ന ഒരു ആനിമേറ്റഡ് ഗെയിമിംഗ് കമ്പനിയിൽ ജോലിയുമായി കേഡൽ ജിൻസൺ രാജ തിരിച്ച് നാട്ടിലേക്ക് വന്നു. മകൻ ആദ്യമായി ഉത്തരവാദിത്വത്തോടെ അവന് ഇഷ്ടമുള്ള മേഖലയിൽ പഠിച്ച് ഒരു ജോലി വാങ്ങിച്ചതിൽ മാതാപിതാക്കൾ വളരെയധികം സന്തോഷിച്ചു. കേഡൽ ജിൻസൺ രാജ തിരുവനന്തപുരത്തെ നന്തങ്കോടിലെ അവൻ്റെ സ്വന്തം വീടിൻ്റെ 2ാമത്തെ നിലയിലെ മുറിയിൽ ഇരുന്നു കൊണ്ട് ഗെയിമിംഗ് ആനിമേഷൻ ജോലികൾ ചെയ്യുമായിരുന്നു. എന്നാൽ വിചിത്രമായ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ആരും തന്നെ വീടിൻ്റെ 2ാമത്തെ നിലയിലേക്ക് കയറി ചെല്ലുന്നത് അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഏതാനും മാസങ്ങൾക്ക് ശേഷം ചൈനയിൽ MBBS പഠിക്കാൻ പോയിരുന്ന ഇളയ സഹോദരിയായ കരോളിൻ പഠനം പൂർത്തിയാക്കി തിരികെ വീട്ടിലേക്ക് എത്തുന്നു. ഇപ്പോൾ ആ വീട്ടിൽ എല്ലാവരും സന്തോഷത്തിലാണ്. കാരണം പല കോണുകളിലായിരുന്നവർ എല്ലാവരും ഇപ്പോൾ അവരുടെ വീട്ടിൽ ഒന്നിച്ചിരിക്കുന്നു. എന്നാൽ ആ വീടിൻ്റെ 2ാമത്തെ നില വളരെ ദുരൂഹമായി തന്നെ നിലനിന്നു. പലപ്പോഴായി ഓൺലൈൻ ആപ്പുകൾ വഴി ബുക്ക് ചെയ്തെത്തുന്ന സാധനങ്ങൾ വാങ്ങുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിന് ഡൈനിങ് ടേബിളിൽ എത്തുന്നതിനും മാത്രമായിരുന്നു കേഡൽ ജിൻസൺ രാജ അവൻ്റെ റൂം തുറന്ന് പുറത്തു വന്നിരുന്നത്. അങ്ങനെ ഇരിക്കെ 2017 ഏപ്രിൽ 5 രാവിലെ 10:20 ആകുന്ന സമയത്ത് കേഡൽ ജിൻസൺ രാജ പതിവില്ലാതെ അമ്മ ഡോക്ടർ ജീൻ പത്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാനൊരു ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അത് എങ്ങനെയുണ്ടെന്ന് വന്ന് കണ്ട് അഭിപ്രായം പറയണം. അവൻ്റെ അമ്മ വളരെയധികം ആവേശഭരിതയും സന്തോഷവതിയുമായി. തൻ്റെ മകൻ അവൻ്റെ കഴിവും അറിവും വച്ച് അവൻ ആദ്യമായിട്ട് അവൻ്റെ പ്രൊഫഷണലിൽ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്ത് അമ്മയായ തന്നെ അത് കാണാൻ ക്ഷണിച്ചിരിക്കുന്നു. അതിൻ്റേതായ ആവേശത്തിൽ ഡോക്ടർ ജീൻ പത്മ വർഷങ്ങൾക്ക് ശേഷം 2ാമത്തെ നിലയിലെ മകൻ കേഡൽ ജിൻസൺ രാജയുടെ റൂമിലേക്ക് അവനോടൊപ്പം ചെന്നു. കേഡൽ ജിൻസൺ രാജ അമ്മ ജീൻ പത്മയെ കമ്പ്യൂട്ടർ മോണിറ്ററിന് മുന്നിലെ ഒരു കസേരയിൽ ഇരുത്തി. കമ്പ്യൂട്ടർ മോണിറ്ററിൽ ഒരു ഗെയിം ഇൻട്രോ പ്ലേ ആകുന്നുണ്ട്, ഒപ്പം ഉച്ചത്തിലുള്ള ഗെയിം മ്യൂസിക്കും. ആ കമ്പ്യൂട്ടർ മോണിറ്ററിലേക്ക് നോക്കിയിരുന്ന അമ്മ ഡോക്ടർ ജീൻ പത്മയുടെ പുറം തലയിലേക്ക് മഴുകൊണ്ട് ആഞ്ഞൊരു വെട്ട്. മരണവെപ്രാളത്താലും വേദനയാലും ഒന്ന് നിലവിളിക്കാൻ പോലും ആകാതെ ഒരു പിടച്ചിലോടെ അമ്മ ഡോക്ടർ ജീൻ പത്മ നിലത്തേക്ക് വീണു. രക്തത്തിൽ കുളിച്ച് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ജീൻ പത്മ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല തൻ്റെ മകൻ തന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന്. മരണവെപ്രാളത്താൽ പിടയ്ക്കുന്ന ആ അമ്മയ്ക്കു നേരെ മകൻ കേഡൽ ജിൻസൺ രാജയുടെ കൈകളിലെ മഴു വീണ്ടും ഉയർന്നു താഴ്ന്നു. അങ്ങനെ 9 വെട്ടുകൾ. മരണം ഉറപ്പാക്കിയ ശേഷം
കേഡൽ ജിൻസൺ രാജ അമ്മയുടെ മൃതശരീരം വലിച്ചിഴച്ച് ആ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് കൊണ്ടിട്ടു. അതിനുശേഷം അവൻ്റെ റൂമിൽ തളം കെട്ടിക്കിടക്കുന്ന അവൻ്റെ അമ്മയുടെ ചുടുചോര തുടച്ച് വൃത്തിയാക്കി. എന്നിട്ടവൻ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ ആ റൂമിലിരുന്ന് കമ്പ്യൂട്ടർ ഗെയിം കളിച്ചു. ആ വീട്ടിലെ വേലക്കാരി പതിവ് പോലെ വീടും പരിസരവുമൊക്കെ വൃത്തിയാക്കി. ആ വീടിൻ്റെ രണ്ടാമത്തെ നിലയിലേക്ക് ആരും കയറി ചെല്ലുന്നത് കേഡൽ ജിൻസൺ രാജയ്ക്ക് ഇഷ്ടമില്ലാതിരുന്നതിനാൽ തന്നെ വേലക്കാരിയും ആ വീടിൻ്റെ രണ്ടാമത്തെ നിലയിലേക്ക് കയറാറുണ്ടായിരുന്നില്ല. വേലക്കാരി വീടിൻ്റെ മറ്റു ഭാഗങ്ങളും പരിസരങ്ങളും വൃത്തിയാക്കി ഭക്ഷണവും പാകം ചെയ്തു വച്ച ശേഷം മടങ്ങി. ഏതാണ്ട് ഉച്ചയൊക്കെ ആകുന്ന സമയത്ത് പുറത്തു പോയിരുന്ന പിതാവും ഇളയ മകൾ കരോളിനും തിരികെ വീട്ടിലേക്ക് എത്തുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമായപ്പോൾ കേഡൽ ജിൻസൺ രാജ അവൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി ഡൈനിങ് ടേബിളിലേക്ക് വന്നു. അപ്പോൾ അവൻ്റെ പിതാവ് രാജാത്തങ്കം അവനോട് ചോദിച്ചു, പത്മ എവിടെ പോയി? അവളെ ഇവിടെ കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ കേഡൽ ജിൻസൺ രാജ വളരെ കൂളായിട്ട് പറഞ്ഞു, അമ്മ പുറത്തു പോയിരിക്കുകയാണ് എന്ന്. എന്നിട്ടവർ അച്ഛനും സഹോദരിയോടൊപ്പം ഇരുന്ന് ഉച്ചയൂണ് കഴിച്ചു. ഉച്ച കഴിഞ്ഞ് ഏകദേശം 2:40 ആകുന്ന സമയത്ത് കേഡൽ ജിൻസൺ രാജ തൻ്റെ അച്ഛനോടും വന്ന് പറഞ്ഞു, ഞാനൊരു കമ്പ്യൂട്ടർ ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അത് എങ്ങനെയുണ്ടെന്ന് കണ്ട് അഭിപ്രായം പറയണം. അദ്ദേഹം വളരെ സന്തോഷത്തോടെ മകനോടൊപ്പം രണ്ടാമത്തെ നിലയിലെ മുറിയിലേക്ക് ചെന്നു. ഇതേ സമയത്തും കമ്പ്യൂട്ടർ മോണിറ്ററിൽ ഒരു ഗെയിമിൻ്റെ ഇൻട്രോ കിടക്കുന്നു. അതിനോടൊപ്പം ഉച്ചത്തിൽ ആ ഗെയിം മ്യൂസിക്കും. പിതാവായ രാജാതങ്കത്തെയും ആ കമ്പ്യൂട്ടർ മോണിറ്റർ സ്ക്രീനിന് മുന്നിലെ ചെയറിലിരുത്തി. ആകാംക്ഷയോടെ ആ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കിയിരുന്ന തൻ്റെ പിതാവിനെ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അവൻ അവൻ്റെ അമ്മയെ എങ്ങനെ കൊലപ്പെടുത്തിയോ അതേ കണക്ക് മഴുകൊണ്ട് പുറം തലയിലേക്ക് ആഞ്ഞുവെട്ടി. ഒന്ന് നിലവിളിക്കാൻ പോലും ആകാത്ത വിധം അവൻ്റെ പിതാവ് നിലത്തേക്ക് വീണു പിടച്ചു. കേഡൽ ജിൻസൺ രാജ ഒരു കരുണയും കാണിക്കാതെ മരണവെപ്രാളത്താൽ പിടയ്ക്കുന്ന അവൻ്റെ പിതാവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വെട്ടി. അങ്ങനെ 7 വെട്ടുകൾ. പിതാവിൻ്റെ മരണവും ഉറപ്പാക്കിയ ശേഷം ആ ബോഡിയും തൻ്റെ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ അവൻ്റെ അമ്മയുടെ മൃതദേഹത്തിനോടൊപ്പം കൊണ്ടിടുന്നു. വീണ്ടും അവൻ്റെ മുറിയിൽ തളം കെട്ടിക്കിടക്കുന്ന രക്തം തുടച്ച് വൃത്തിയാക്കി. എന്നിരുന്നാലും ചിന്നിച്ചിതറിയ രക്തക്കറകൾ ആ മുറിയിലും ചുമരിലും മറ്റു ഭാഗങ്ങളിലും അവൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളിലുമെല്ലാം തെറിച്ചിരുന്നു. കേഡൽ ജിൻസൺ രാജയുടെ അടുത്ത ഊഴം 26 വയസ്സുള്ള അവൻ്റെ അനുജത്തി കരോളിനായിരുന്നു. ചൈനയിൽ നിന്നും MBBS പഠനം പൂർത്തിയാക്കി വീട്ടിൽ അവൾ എത്തിയിട്ട് വെറും 3 മാസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. നല്ലൊരു കരിയർ സ്വപ്നം കണ്ടിരുന്ന അവളെയും അന്നേ ദിവസം വൈകുന്നേരം 4:20 ആകുന്ന സമയത്ത് അവൻ്റെ അനുജത്തിയെയും താൻ ഡെവലപ്പ് ചെയ്ത ഗെയിം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവൻ്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. തൻ്റെ ജ്യേഷ്ഠനായ കേഡൽ ജിൻസൺ രാജയുടെ മുറിയിലേക്കെത്തിയ കരോളിൻ കാണുന്നത് ചുമരിലും കർട്ടനുകളിലും കമ്പ്യൂട്ടറിലെ മോണിറ്ററിലുമൊക്കെ ഉണങ്ങാതെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചോരക്കറയാണ്. അതോടൊപ്പം ഒരു കാലിൻ്റെ വശ്യതയോടെ പുഞ്ചിരിക്കുന്ന സഹോദരൻ കേഡൽ ജിൻസൺ രാജയെയും. എന്തോ ഒരു പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയ കരോളിൻ ആ മുറിയിൽ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. ഉടൻ തന്നെ കേഡൽ ജിൻസൺ രാജ അവളെയും മഴുകൊണ്ട് ആക്രമിച്ചു. മാരകമായ പരിക്കേറ്റ അവൾ എങ്ങനെയും ആ മുറിയിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കേഡൽ ജിൻസൺ രാജ അവളെ പിടിച്ച് അവളുടെ വായിലേക്ക് കട്ടിയുള്ള തുണി തിരുകി കയറ്റിയ ശേഷം മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് അവളുടെ കഴുത്തറുത്തു. വളരെ മൃഗീയമായ 12 മുറിവുകളായിരുന്നു അവളുടെ ശരീരത്തിലുണ്ടായിരുന്നത്. അങ്ങനെ കരോളിൻ്റെ ബോഡിയും ബാത്റൂമിൽ മാതാപിതാക്കളുടെ മൃതശരീരങ്ങൾക്കൊപ്പം കൊണ്ടിടുന്നു. അങ്ങനെ 2017 ഏപ്രിൽ 5 തിരുവനന്തപുരത്തെ നന്തങ്കോട് ബേസ് കാമ്പൗണ്ടിലെ 11-ാം നമ്പർ വീടായ ഗ്രേസ് വില്ലയിൽ 3 കൊലപാതകങ്ങൾ നടന്നു. എന്നാൽ അതൊന്നും പുറത്ത് ആരും തന്നെ ഒന്നും അറിഞ്ഞിരുന്നില്ല. ആ 3 കൊലപാതകങ്ങളും കേഡൽ ജിൻസൺ രാജ ചെയ്തിരുന്നത് സൂംബി ഗോ ബൂം എന്നൊരു ഗെയിമിൻ്റെ അതേ രീതിയിലായിരുന്നു. ആ കൊലപാതകങ്ങൾക്ക് ശേഷം കേഡൽ ജിൻസൺ രാജ അവൻ്റെ മുറിയിലിരുന്ന് ഇരുമ്പ് കമ്പി കഷ്ണങ്ങളും പ്ലാസ്റ്റിക്കും തുണിയുമൊക്കെ ചുറ്റി ഒരു മനുഷ്യരൂപമുണ്ടാക്കി. അതിനുശേഷം അവൻ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്തിരുന്നത് ആസ്ട്രൽ പ്രൊജക്ഷനെക്കുറിച്ചായിരുന്നു. അന്ന് രാത്രി അവൻ 5 പേർക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്തു. ഇപ്പോൾ ആ വീട്ടിൽ അമ്മയുടെ വകയിൽ ബന്ധുവായ 70 വയസ്സുള്ള ലളിത എന്ന മുത്തശ്ശിയും കേഡൽ ജിൻസൺ രാജയും മാത്രമാണുള്ളത്. രാത്രി അത്താഴം ആ മുത്തശ്ശിയോടൊപ്പം ഇരുന്ന് കഴിച്ച ശേഷം ബാക്കി 3 പേർക്കുള്ള ഭക്ഷണവും എടുത്ത് കേഡൽ അവൻ്റെ റൂമിലേക്ക് പോയി. സ്വന്തം അമ്മയെയും അച്ഛനെയും സഹോദരിയെയും കൊന്നിട്ടിരിക്കുന്ന അതേ റൂമിൽ കിടക്കുകയും ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ദുർമന്ത്രവാദങ്ങളെക്കുറിച്ചും ആത്മാക്കളെക്കുറിച്ചുമൊക്കെ സെർച്ച് ചെയ്ത് അതൊക്കെ പരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു.
പിറ്റേ ദിവസം ഏപ്രിൽ 6. പതിവ് പോലെ വേലക്കാരി ആ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനും മറ്റു ജോലികൾക്കുമായി എത്തുന്നു. എന്നാൽ ആ കുടുംബത്തിലെ ഒരാളെപ്പോലും അവിടെ കാണാതിരുന്നതിനാൽ ആ വീട്ടിലെ കോളിംഗ് ബെല്ലടിക്കുന്നു. അപ്പോൾ ഇറങ്ങി വന്ന് കതക് തുറന്നത് കേഡൽ ജിൻസൺ രാജയായിരുന്നു. മറ്റുള്ളവർ എവിടെയെന്ന് വേലക്കാരി തിരക്കിയപ്പോൾ അവൻ മറുപടി പറഞ്ഞത് അവർ ബന്ധുക്കളോടൊപ്പം കന്യാകുമാരിയിൽ പോയിരിക്കുകയാണ് എന്നായിരുന്നു. ഇപ്പോൾ വീട്ടിൽ മുത്തശ്ശിയും ഞാനും മാത്രമേ ഉള്ളൂ എന്നും മുത്തശ്ശി ഇന്ന് തിരികെ പോകുമെന്നും അവൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കി വെച്ച ശേഷം വേലക്കാരി മടങ്ങി. അന്ന് രാത്രി 7 മണിയൊക്കെ കഴിയുന്ന സമയത്ത് കേഡൽ ജിൻസൺ രാജ താഴത്തെ നിലയിലെ മുത്തശ്ശി കിടക്കുന്ന മുറിയിലെത്തി കയ്യിൽ കരുതിയിരുന്ന മഴുവും കത്തിയും കൊണ്ട് തലയ്ക്ക് വെട്ടിയും ശരീരത്തിൽ കുത്തിയും ആ മുത്തശ്ശിയെയും കൊലപ്പെടുത്തി. 22 മുറിവുകളുണ്ടായിരുന്ന 70 വയസ്സുള്ള ബന്ധുവായ ലളിത എന്ന മുത്തശ്ശിയുടെ മൃതദേഹം ബെഡ്ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞു കെട്ടിയ ശേഷം ആ മുറി പുറത്തുനിന്നും പൂട്ടി. അന്നേ ദിവസം രാത്രി ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പ് വഴി ഷവർമ ഓർഡർ ചെയ്ത് അതവൻ്റെ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും മൃതദേഹം കിടക്കുന്ന അവൻ്റെ മുറിയിൽ ഇരുന്നു കൊണ്ട് തന്നെ കഴിക്കുന്നു. സാധാരണ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു മാനസിക അവസ്ഥയാണത്. അവൻ്റെ ആ രണ്ടാമത്തെ നിലയിലെ സ്വന്തം മുറിയിലെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ തലേ ദിവസം അവൻ തന്നെ കൊന്നു തള്ളിയ സ്വന്തം പിതാവിൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾ അഴുകി തുടങ്ങിയിരിക്കുന്നു. അതേ മുറിയിൽ ഇരുന്നു കൊണ്ട് യാതൊരു തരത്തിലുമുള്ള കുറ്റബോധമോ വിഷമമോ ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന അവൻ്റെ മാനസികാവസ്ഥ വളരെയധികം പൈശാചികമായിരുന്നു. പിറ്റേ ദിവസം ഏപ്രിൽ 7. അന്നും പതിവ് പോലെ വേലക്കാരി വീടും പരിസരവുമൊക്കെ വൃത്തിയാക്കാനായി എത്തിയപ്പോൾ ആ വീടിൻ്റെ പരിസരത്താകെ ചെറിയ തോതിൽ ദുർഗന്ധമുള്ളതായി അവൾക്ക് തോന്നി. വല്ല എലിയോ മറ്റോ എവിടെയെങ്കിലും ചത്ത് കിടപ്പുണ്ടാകും എന്ന് കരുതി വേലക്കാരി ജോലിയൊക്കെ ഒതുക്കി അന്ന് പോവുകയും ചെയ്തു. എന്നാൽ ഏപ്രിൽ 5-ാം തീയതി രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവുമായി കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഏപ്രിൽ 7-ാം തീയതി ആയപ്പോഴേക്കും അഴുകി തുടങ്ങിയതിൻ്റെ ലക്ഷണമായിരുന്നു ആ ചെറിയ ദുർഗന്ധം. എന്നാൽ കേഡൽ ജിൻസൺ രാജ ഇതൊന്നും തന്നെ വകവയ്ക്കാതെ ആ മുറിയിൽ തന്നെയായിരുന്നു ഗെയിം കളിച്ചും ഭക്ഷണം കഴിച്ചും കിടന്നുറങ്ങിയിരുന്നത്. പിറ്റേ ദിവസം ഏപ്രിൽ 8 ആയപ്പോഴേക്കും ആ വീടിനുള്ളിൽ കിടക്കുന്ന 4 മൃതദേഹങ്ങൾ അഴുകി ദുർഗന്ധം ആ വീടിനു ചുറ്റും നല്ലതുപോലെ വ്യാപിച്ചിരുന്നു. അന്നും വേലക്കാരി വന്നപ്പോൾ ആ വീടിൻ്റെ ചുറ്റുപാടും ദുർഗന്ധത്തിൻ്റെ കാഠിന്യം ശക്തമായിരുന്നതിനാൽ എന്തോ പന്ത് കേടി തോന്നിയ വേലക്കാരി ആ വീടിൻ്റെ കോളിംഗ് ബെല്ലടിച്ചു. അപ്പോൾ മുകൾ നിലയിൽ നിന്നും ഇറങ്ങി വന്ന കേഡൽ ജിൻസൺ രാജയോട് വേലക്കാരി പറഞ്ഞു, ഈ വീടിനുള്ളിൽ നിന്ന് വൻതോതിൽ ദുർഗന്ധം വരുന്നുണ്ട്, ഈ വീടിനുള്ളിൽ എന്തെങ്കിലും വൃത്തിയാക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി കയറി നോക്ക് എന്നായിരുന്നു കേഡൽ ജിൻസൺ രാജയുടെ മറുപടി. കേഡൽ ജിൻസൺ രാജയുടെ ശരീരപ്രകൃതിയിലും ചിരിയിലും അസ്വാഭാവികത തോന്നിയ വേലക്കാരി കന്യാകുമാരിയിൽ പോയിരിക്കുന്ന സാറും കുടുംബവും തിരികെ വരുമ്പോൾ വരാമെന്ന് പറഞ്ഞ് ആ വേലക്കാരി അവിടെ നിന്നും പോയി. ദുർഗന്ധം കലശലായി തുടങ്ങിയിരുന്നതിനാൽ അത് നാട്ടുകാരിൽ സംശയമുണ്ടാക്കും എന്ന് ബോധ്യപ്പെട്ട കേഡൽ ജിൻസൺ രാജ മൃതദേഹങ്ങളെ എങ്ങനെയും ഇല്ലാണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനായി അവൻ്റെ വീടാകെ അരിച്ചുപെറുക്കി. അവൻ മുമ്പെപ്പോഴോ വാങ്ങിച്ചു വെച്ച 10 ലിറ്റർ പെട്രോൾ അവൻ കണ്ടെത്തി. അന്നേ ദിവസം, അതായത് 2017 ഏപ്രിൽ 8-ാം തീയതി രാത്രി 11 മണിയൊക്കെ കഴിയുന്ന സമയത്ത് അവൻ്റെ മുറിയുടെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ അവൻ കൊന്നിട്ടിരുന്ന മാതാപിതാക്കളുടെയും സഹോദരിയുടെയും മൃതദേഹം കത്തിച്ചു കളയാൻ തീരുമാനിക്കുന്നു. ആ അഴുകിത്തുടങ്ങിയ മൃതശരീരത്തിലേക്ക് അവൻ ഉണ്ടാക്കിയ ഒരു മനുഷ്യരൂപം കൂടി വച്ച് പെട്രോൾ ഒഴിച്ച് തീയിട്ടു. എന്നാൽ അവൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആളിപ്പടർന്ന തീ ബാത്റൂമിൽ നിന്നും ബെഡ്റൂമിലേക്കും പടർന്ന് കർട്ടനുകളിലും സീലിങ്ങുകളിലും മര ഫർണിച്ചറുകളിലും കത്താൻ തുടങ്ങി. ഉടനെ തന്നെ കേഡൽ ജിൻസൺ രാജ ആ വീട്ടിലുണ്ടായിരുന്ന 60,000 രൂപയും ഒരു ബാഗുമെടുത്ത് ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി. ആ രാത്രി 11:30 കഴിയുന്ന സമയത്ത് ആ വീടിൻ്റെ 2ാമത്തെ നില ആളി കത്തുന്നത് കണ്ട അയൽവാസികൾ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ആ ഞെട്ടിക്കുന്ന 4 കൂട്ടക്കൊലപാതകത്തിൻ്റെ കഥ പുറത്തു വരുന്നത്. ആ സമയത്തേക്കും കേഡൽ ജിൻസൺ രാജ തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്ക് കടന്നിരുന്നു. അന്വേഷണം വളരെ ഊർജിതമായി നടക്കുന്ന അതേ സമയത്ത് തന്നെ ഏപ്രിൽ 10-ാം തീയതി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ കേഡൽ ജിൻസൺ രാജ റെയിൽവേ സ്റ്റേഷനിലെ ഒരു സുരക്ഷാ പോലീസ് ഉദ്യോഗസ്ഥനോട് പോയി ചോദിച്ചു, എൻ്റെ വീട് എന്തിനാണ് എപ്പോഴും ടി വിയിൽ കാണിക്കുന്നത്, എന്താണ് ആ വീട്ടിൽ നടന്നത് എന്ന്. അപ്പോൾ ആ പോലീസുകാരൻ അവനോട് ചോദിച്ചു, എന്താണ് നിൻ്റെ പേര്? അവൻ പറഞ്ഞു, കേഡൽ ജിൻസൺ രാജ. ഉടനെ തന്നെ പോലീസ് അന്വേഷിച്ച് നടന്നിരുന്ന കേഡൽ ജിൻസൺ രാജയെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യാനും തുടങ്ങി. ആദ്യമൊക്കെ
ചിരിക്കാനല്ലാതെ മറ്റൊന്നും തന്നെ അവന് പറയാൻ അറിയില്ലായിരുന്നു. റിമാൻഡിലായി ജയിലിലേക്ക് അടയ്ക്കപ്പെട്ട ശേഷം തൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ അകന്നു നിൽക്കാൻ കഴിഞ്ഞ ശേഷമായിരുന്നു കേഡൽ ജിൻസൺ രാജ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലുമൊക്കെ മറുപടി നൽകിയിരുന്നത്. അതിൽ കേഡൽ ജിൻസൺ രാജ പറഞ്ഞിരുന്നത് ഒരു കാര്യം ആസ്ട്രൽ പ്രൊജക്ഷനെക്കുറിച്ചും ദുർമന്ത്രവാദത്തെക്കുറിച്ചുമൊക്കെയായിരുന്നു. ഇനി ഈ ഒരു കഥയിൽ ഒരു ട്വിസ്റ്റുണ്ട്. കേഡൽ ജിൻസൺ രാജ ഒരു കൊലപാതകയാകാനുള്ള യഥാർത്ഥ കാരണം അവൻ പറഞ്ഞ ഒരു കള്ളം പിടിക്കപ്പെടുമോ എന്നൊരു ഭയത്താലാണ്. അതിന് കാരണമായ ഒരു സംഭവം, ആദ്യം അവനെ MBBS പഠിക്കാനായി മാതാപിതാക്കൾ ഫിലിപ്പീൻസിലേക്ക് വിടുന്നു. എന്നാൽ കേഡൽ ജിൻസൺ രാജ ഫിലിപ്പീൻസിൽ MBBS പഠിക്കുന്നതിന് പകരം അവിടുത്തെ ദുർമന്ത്രവാദങ്ങൾ ആസ്ട്രൽ പ്രൊജക്ഷനൊക്കെ കുറിച്ച് അറിഞ്ഞ് MBBS പഠനം ഉപേക്ഷിച്ച് തിരികെ വരുന്നു. രണ്ടാമത്തെ തവണ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നതിനായി മാതാപിതാക്കൾ അവനെ ഓസ്ട്രേലിയയിലേക്ക് അയക്കുന്നു. എന്നാൽ അതും പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച് തിരികെ വന്നു. അങ്ങനെ സമ്പാദ്യങ്ങളെല്ലാം മുടിക്കാനുണ്ടായ മുടിയനായ പുത്രനാണെന്ന് പറഞ്ഞ് അവൻ്റെ പിതാവ് അവനെ വളരെയധികം ശകാരിച്ചു. വീണ്ടും അടുത്ത തവണ ഗെയിം ആനിമേഷൻ പഠിക്കണമെന്ന് പറഞ്ഞ കേഡൽ ജിൻസൺ രാജയെ ഗെയിമിംഗ് ആനിമേഷൻ പഠിപ്പിക്കുന്നതിനായി വീണ്ടും ധാരാളം കാശ് ചിലവാക്കി ഓസ്ട്രേലിയയിലേക്ക് അയക്കുന്നു. എന്നാൽ കേഡൽ ജിൻസൺ രാജ ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് ഒരു കോഴ്സിനും ചേർന്നിരുന്നില്ല. മാതാപിതാക്കൾ അയക്കുന്ന കാശിൻ്റെ ചിലവിൽ 2-3 വർഷം ഓസ്ട്രേലിയയിൽ നിന്നിട്ട് താൻ പഠനം പൂർത്തിയാക്കിയെന്നും ഉടനെ തന്നെ പ്ലേസ്മെൻറ്റിൽ ഒരു ഓസ്ട്രേലിയൻ ഗെയിം ഡെവലപ്മെൻറ്റ് കമ്പനിയിൽ ജോലി ലഭിച്ചുവെന്നും പ്രോജക്റ്റുകൾ വീട്ടിലിരുന്ന് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതിയെന്നും മാതാപിതാക്കളോട് കള്ളം പറഞ്ഞായിരുന്നു കേഡൽ ജിൻസൺ രാജ ഓസ്ട്രേലിയയിൽ നിന്ന് നാട്ടിലേക്ക് വന്നത്. താൻ വർക്ക് ചെയ്യുമ്പോൾ ആരും തന്നെ ശല്യം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് ആരെയും രണ്ടാമത്തെ നിലയിൽ അവൻ്റെ റൂമിലേക്ക് അടുപ്പിക്കാതിരുന്നത് അവൻ പറഞ്ഞ കള്ളം പിടിക്കപ്പെടുമോ എന്ന ഭയത്താലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് സോംബി ഗോംബൂം എന്ന രക്തരൂക്ഷിത ഗെയിമിൻ്റെ അഡിക്റ്റായിരുന്ന കേഡൽ ജിൻസൺ രാജ ആ ഗെയിമിൻ്റെ അതേ രീതിയിലായിരുന്നു തലയിൽ മഴുകൊണ്ട് വെട്ടി കൊലപാതകങ്ങൾ നടത്തിയിരുന്നത്. കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞാൽ ശരീരം വിട്ട് പുറത്തു വരുന്ന ആത്മാക്കൾ ആസ്ട്രൽ പ്രൊജക്ഷൻ വഴി താൻ നിർമ്മിച്ചു വച്ചിരിക്കുന്ന മനുഷ്യരൂപത്തിൽ കയറി തനിക്ക് അമാനുഷിക പവർ കിട്ടും എന്നുള്ള എക്സ്ട്രീം ഫാൻറ്റസി ചിന്തകളിൽ നിന്നുമൊക്കെയാണ് തിരുവനന്തപുരത്തെ നന്തങ്കോട് കൂട്ടക്കൊലപാതകത്തിന് കാരണമായത്. കേഡൽ ജിൻസൺ രാജ ജയിലിലും സഹതടവുകാരനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു. മെൻ്റലി അബ്നോർമലായി ബിഹേവ് ചെയ്തിരുന്ന കേഡൽ ജിൻസൺ രാജയെ പല തവണകളിൽ പേരുക്കട ഊളംപാറ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റും നടത്തി. അങ്ങനെ കോടതി നടപടിക്രമങ്ങൾ നിരവധി കാലം നീണ്ടുപോയി. ഒടുവിൽ വിചാരണ പൂർത്തിയാക്കിയ തിരുവനന്തപുരം അഡീഷണൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെക്ഷൻ കോടതി 2025 മെയ് 13 കേഡൽ ജിൻസൺ രാജയ്ക്ക് സെക്ഷൻ 302, 436, 201 എന്നീ വകുപ്പുകൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വളരെ വ്യത്യസ്തമാർന്നതും ആകാംക്ഷാഭരിതമായതും മറ്റൊരു പുതിയ സംഭവമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ആനി ഷോവിൻസൺ സൈനിങ് ഓഫ്.